തമിഴ്നാട് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ DMK കോൺഗ്രസ് സഖ്യത്തിലേക്കാണ് എല്ലാ കണ്ണുകളും നീളുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ലേബലിൽ തമിഴ്നാട്ടിൽ ഒരു മുന്നണിയിലാണ് കോൺഗ്രസും DMKയും നിൽക്കുന്നത്. സർക്കാരിൽ പക്ഷേ കോൺഗ്രസ് ഭാഗമല്ല. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 234 സീറ്റുകളിൽ 133 വിജയിച്ച് DMK ഒറ്റയ്ക്കാണ് സർക്കാർ രൂപീകരിച്ചത്. DMKയുടെ സഖ്യകക്ഷിയായി മത്സരിച്ച കോൺഗ്രസ് 25 സീറ്റുകളിൽ 18 വിജയിക്കാൻ സാധിച്ചു. എന്നാൽ സർക്കാരിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഗുണമില്ലാത്ത DMK മുന്നണിയിൽ എന്തിനു നിൽക്കണമെന്ന ചോദ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. സൂപ്പർ താരം വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകത്തിനൊപ്പം നിന്ന് സുപ്രധാന സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVK കരുത്ത് കാട്ടുമെന്നും തമിഴ്നാട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി തമിഴ്നാട്ടിലെത്തിയ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ തമിഴ്നാട് കോൺഗ്രസ് നേതാക്കൾ വളഞ്ഞു. രാവിലെ 8 മണിക്കാണ് KC വേണുഗോപാൽ ലാൻഡ് ചെയ്തത്. ഇതിനു പിന്നാലെ നേതാക്കൾ പോസ്റ്ററുകളുമായി KCയെ വളയുകയായിരുന്നു. മാന്യമായ സഖ്യമാണ് തമിഴ്നാട്ടിൽ ആവശ്യമെന്നും DMKയുടെ അടിമകളാകാൻ താല്പര്യമില്ലെന്നും എഴുതിയ ഫ്ലക്സുകളുമായിട്ടാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. സൗഹാർദ്ദപരമായ സഖ്യത്തിന് മുൻതൂക്കം നൽകണം, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30% സീറ്റ് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. കന്യാകുമാരി MP വസന്ത് അടക്കമുള്ള നേതാക്കൾ KCയെ കാണാൻ ചെന്നൈ എയർപോർട്ടിൽ നേരിട്ടെത്തിയിരുന്നു. തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു നേതാക്കളുടെ ലക്ഷ്യം. പ്രതിഷേധങ്ങൾക്കിടെ KC വേണുഗോപാൽ വിജയിയുടെ പാർട്ടിയുമായി ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് വിഷയം ചർച്ച ചെയ്തെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട്. സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ 2 ആഴ്ചക്കകം രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ K സെൽവ പെരുന്തകെ DMKക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ 18 MLAമാരിൽ 15 പേരും DMK സഖ്യം വിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. വിജയുടെ പാർട്ടി കോൺഗ്രസിന് 60 സീറ്റുകളും ഭരണത്തിൽ പങ്കാളിത്തവും വാഗ്ദാനം ചെയ്തതായി സൂചനകളുണ്ട്. എങ്കിലും ഔദ്യോഗികമായി വിജയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ DMK സഖ്യം വിട്ട് കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേരുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുമ്പോഴാണ് തീരുമാനം രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട് കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. BJPയും DMKയും നൽകിയ വമ്പൻ ഓഫറുകൾ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് തമിഴ്നാട് കോൺഗ്രസിന് കൈകൊടുക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തിയാണ് ഇവിടെ ഇടനിലക്കാരായി നിന്നത്. തമിഴ്നാട്ടിൽ നേരിട്ടെത്തിയ പ്രവീൺ ചക്രവർത്തിയുമായി TVK നേതാവ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി വിജയിയെ കണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത തേടിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെയും വിജയിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ബാക്കിയായി നടന്ന ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിലെത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമിയുമായി വിജയിയുടെ പിതാവ് SA ചന്ദ്രശേഖരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസ് TVKയുമായി കൈകൊടുത്താൽ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യം തകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സ്റ്റാലിനെ കൈവിട്ട് വിജയ്ക്ക് കൈകൊടുക്കാൻ രാഹുൽ ഗാന്ധി എന്തായാലും തയ്യാറാകില്ല. നേരത്തെ ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം 2021 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അവർക്ക് ശ്രദ്ധേയമായ വിജയം നേടാനും കഴിഞ്ഞതോടെ പരീക്ഷണ ഫലം കണ്ടുവെന്നാണ് വിലയിരുത്തൽ. ഇതോടെയാണ് TVKയുമായി കോൺഗ്രസ് കൈകൊടുക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞത്.